പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ സുടുമോന്റെ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോ രാവിലെ തന്നെ ഭയങ്കര വാശിയുണ്ട്. ഒച്ചപ്പാടും ബഹളമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാണിച്ചു തരാം വീഡിയോയിൽ. എന്താ സുടുക, എന്തിനാ വാശി പിടിക്കണേ? വേണ്ട, എന്തിനാ എന്റെ അമ്മ വാശി പിടിക്കണേ? എന്റെ സുടുമോൻ എന്തിനാണാവോ? നല്ല കുട്ടിയാണല്ലോ. നല്ല എന്റെ പൊന്നി നല്ല കുട്ടിയാണ്. ഓക്കെ എന്റെ പൊന്നേ, നെറ്റൊക്കെ ഒന്ന് പോട്ടെ. നമുക്ക് ഇപ്പൊ നമ്മുടെ മുഖത്ത് തന്നെ ഇടിക്കില്ല, അവരുടെ തലയും പെട്ടെന്ന് ഇടിക്കുമ്പോഴേ അവനറിയില്ല കേട്ടോ വേദന. അങ്ങനെ പെട്ടെന്ന് ഇടിക്കുമ്പോ അവന് വേദന അറിയില്ല. പക്ഷെ അങ്ങനെ ആ ഇടിയില് നമ്മൾ അവന് സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ ഒറ്റ കരച്ചില്ല. അപ്പൊ അങ്ങനെയാണ് കേട്ടോ ഒരു വേണ്ട. ഇപ്പൊ എന്റെ മുടി പിടിച്ച് വലിക്കാൻ അവന് ഇടിക്കാൻ കൊടുക്കാണ്ട് ഞാൻ തല. അപ്പൊ അവനറിയണില്ല വേദന ഉണ്ടെന്നുള്ളത്. വേണ്ട പിന്നെ അതെ എന്റെ മുടി പിടിച്ച് വലിച്ചിടാണ് കേട്ടാ. വേണ്ട, മുടി പിടിച്ച് തലേമ പിടിച്ചേക്കാണ് മുടി. അപ്പൊ നമുക്ക് ക്യാമറ അങ്ങോട്ട് വെക്കാൻ പറ്റാണ്ടാണ് കേട്ടോ. വേണ്ട. അപ്പൊ ഒരു എങ്ങനെയാണ് നമ്മള്, അപ്പൊ നമുക്ക് പുറത്ത് പോയിട്ടിരുന്ന് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റില്ല. നമ്മളതാണ് ഈ അകത്ത് തന്നെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എല്ലാവരും. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. മാക്സിമം നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നോക്കണുണ്ട്. പിന്നെന്താ, സുടുമോന്റെ സിറ്റുവേഷനൊക്കെ ഇങ്ങനെയാണ്. നമുക്ക് ഒരു എന്താ പറയാ, നമുക്കൊരു ഒന്ന് ഉറങ്ങുമ്പോ മാത്രമാണ് കേട്ടോ നമ്മളൊന്ന് ഫ്രീ ആവുന്നുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു ഫ്രീ ആവണ ഒരു ഇതില്ല. എന്ന് വെച്ചാൽ ഒരാള് ആരെങ്കിലും വന്നിരുന്നാലാണ് ഇപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് പറ്റണത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എനിക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സുടുമോനെ ആരെങ്കിലും നോക്കണം, അല്ലാതെ എനിക്ക് പറ്റില്ല. പക്ഷെ ഞാൻ കണ്ടിരിക്കില്ല. അത് കണ്ട കയ്യും കാലും ഒക്കെ ഇട്ടിങ്ങനെ പൊന്തിച്ച് കളിക്കലും, പിന്നെ ഇപ്പൊ താഴെ പായയിലിരുത്തിയ തന്നെയായാലും തല മറിഞ്ഞ് വീഴ് ചെരിഞ്ഞ് വീഴ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും നോക്കാനിരിക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ നമുക്ക്. അല്ലാതെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒന്നിനും പറ്റില്ല. ഇപ്പൊ അവന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വേണം. അതിപ്പോ ഇവിടെ അച്ഛനോ അമ്മാവിക്കോ ആർക്കും അവന് ഭക്ഷണം കൊടുക്കാനായിട്ട് അങ്ങനെ ചോറ് കൊടുക്കാനൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. ചായ പാലും വെള്ളം ഒക്കെ ആയിട്ടുള്ളത് അച്ചാച്ചൻ കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് അവന് ഓരോ നിർബന്ധ ബുദ്ധിയാണ്. ചിലപ്പോൾ അച്ചാച്ചൻ കൊടുക്കുമ്പോൾ പാലും വെള്ളം കുടിക്കും കേട്ടോ. അപ്പൊ ചില ദിവസം അമ്മ കൊടുക്കണം, അങ്ങനെയാണ് കേട്ടോ. ചോറും കുറുക്കൊക്കെ അച്ചാച്ചൻ കൊടുക്കാൻ തിരിച്ച് പേടിയാണ് കേട്ടോ, സെൽസിൽ കയറുന്നു വിചാരിച്ചിട്ട്. അപ്പൊ വേണ്ട, ഇന്നിപ്പോ അതേ വാശിയാണ് കേട്ടോ. വാശിയുടെ ദിവസമാണ് ഇന്നിപ്പോ. ഇനിയിപ്പോ ഉറങ്ങി കിടക്കണവരെ ഭയങ്കര ഇതേപോലെ തന്നെ വാശിയും ബഹളൊക്കെ ആയിരിക്കും. കുറച്ച് നേരം ചിലപ്പോൾ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചില ദിവസം കരച്ചില് നിൽക്കില്ല. കൂടുതൽ കരഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ഫിക്സ് ഒക്കെ വരും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വരും. പിന്നെ ഇനിയിപ്പോ വീൽ ചെയറിലും ഇത് നടക്കുകയാണ് പറ്റുള്ളൂ. പിന്നെ മഴയുണ്ട്. മഴയും കൂടി ആയ കാരണം കൊണ്ട് സുടുമോന് ഒരു സുഖമില്ല. ഒന്നാമത്തെ കാര്യം, അച്ഛൻ നാട്ടിലില്ല, പുറത്തേക്ക് എവിടെയും പോവാൻ പറ്റണില്ല. അപ്പൊ അങ്ങനത്തേതായ കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പുറത്തേക്ക് പോവാത്ത കാരണം കൊണ്ട് ഭയങ്കര ഇതാണ് കേട്ടോ. അവന് പുറത്ത് പോയാലാണ് അവൻ ഹാപ്പി ആവുള്ളൂ കേട്ടോ കൂടുതൽ. ഇപ്പൊ നമ്മളെ കൊണ്ടുപോകാനായിട്ട് പറ്റാണ്ടാണ്, നമുക്ക് എടുത്തു കൊണ്ടുപോകാനായിട്ട് പറ്റണില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-11 വയസ്സായി, നമ്മളെ കൊണ്ട് എടുക്കാൻ കുട്ടിയെ കൂടണില്ല. കുറച്ചൊക്കെ ഇത്തിരി നേരം എടുക്കണ പോലെ ഇല്ലല്ലോ നമ്മള്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആളില്ലാണ്ട് പറ്റില്ല. പിന്നെ അച്ഛനും അമ്മയ്ക്കൊന്നും എടുക്കാനായിട്ട് തീരെ പറ്റില്ല. അപ്പോൾ നമ്മളൊന്ന് ഇപ്പോൾ ഓട്ടോയിൽ എവിടെയെങ്കിലും പോയി വരാമെന്നല്ലാണ്ട് വേറെ ഇറങ്ങിയിട്ടുള്ള കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ആശുപത്രിയിലായാലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോ ഇപ്പൊ ഇത്രയും വലുതായി കാരണം കൊണ്ട് അങ്ങനെ ഇറങ്ങാറില്ല. ഇപ്പൊ എറണാകുളം വരെ പോയി കഴിഞ്ഞ് വന്നാലും തിരിച്ചു വരണവരെയാലും ഞങ്ങളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാറില്ല, ഒന്നും കഴിക്കാറില്ല കേട്ടാ. ഇപ്പൊ ആരെങ്കിലും ഒക്കെ ചേട്ടൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ അമ്മയും ഞാനും പോയി വെക്കുമ്പോ നമ്മള് ഭക്ഷണം വീട്ടിൽ വന്നതിന് ശേഷം തന്നെയാണ് കേട്ടോ കഴിക്കാറ്. ഇപ്പൊ അങ്ങനെ പിന്നെ സുടുമോനുള്ള ഭക്ഷണം പിടിക്കും നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് തന്നെ വേണമല്ലോ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവന് കൊടുക്കാനുള്ളതൊന്നും പറ്റില്ല. ചിലപ്പോ അവൻ കഴിക്കാൻ പറ്റാത്ത വരില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകും കേട്ടാ. ഇപ്പൊ കണ്ട ഇന്നിപ്പോ ഞാൻ ഇത്ര കാണിക്കണുള്ളൂ കേട്ടോ. ഒന്നാമത്തെ കാര്യം ഭയങ്കര വാശിയാണ്, നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് സഹകരിക്കുക നമ്മളോട്. ഇപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണാം, ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളൊക്കെ ഇത്രയ്ക്കും ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ നമ്മുടെ ഇപ്പൊ ഇവരെ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടാണ്. അത് ഒന്നാമത്തെ കാര്യം മൈക്രോസെഫാലിയായിട്ടുള്ള കുട്ടിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിയേ ഇങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. അടങ്ങി ഒതുങ്ങി തീരെ ഇരിക്കില്ല. അവൻ
അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല പോലെ ഗുസ്തി പിടിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കണത് കേട്ടോ. അപ്പം ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. നമ്മൾക്ക് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് കണ്ടാൽ മാത്രമാണ് അതൊന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. പക്ഷെ ആർക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. നമ്മൾ എവിടെയെങ്കിലും ചെല്ലാത്തതിനും പിടിക്കാത്തതിനും ഒക്കെ ആൾക്കാരോട് പരാതികളും കാര്യങ്ങളൊക്കെ അവരോടും ഇവരോടൊക്കെ പറയുമ്പോൾ നമുക്കതൊരു വിഷമാണ്. നമ്മൾ ചെന്നില്ലെങ്കിൽ നമ്മളെ സാഹചര്യം ആരും മനസ്സിലാക്കില്ല. ഇപ്പോൾ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റില്ല. നമ്മുടെ മോൻ്റെ അവസ്ഥ ഇതേപോലെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എവിടെ പോയിട്ട് വരാമെന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയി വരണത്. എത്രയും വേഗം ഞാൻ എത്താൻ നോക്കും. എന്ന് വെച്ചാൽ സുഡു എണീക്കണേലും മുന്നേ ഞാൻ എവിടെ പോയാലും വേഗം വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുഡുമോൻ എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര വാശിയാണ് അവന്. ഇപ്പോൾ ദേ കണ്ട, ഇപ്പോൾ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ വാശിയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചില ദിവസങ്ങൾ നമ്മൾ കഴിച്ചു കൂട്ടണത്. ഇനിയിപ്പോൾ എടുക്കണം കേട്ടോ സുഡുമോനെ. അപ്പോൾ ഞാനിപ്പോൾ നിർത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.